عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരന്മാരെ, കസേരയിലിരുന്ന് നിസ്കരിക്കുന്നവർ അതല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. ആർക്കെല്ലാമാണ് ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയമായവർ? ഇരുന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെയാണ് സുജൂദ് നിർവഹിക്കേണ്ടത്? സ്വഫുകളിൽ എങ്ങനെയാണ് കസേര വെക്കേണ്ടത്? തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. നിസ്കാരത്തിൻ്റെ 14 ഫർദുകളിൽ നിന്ന് അതിപ്രധാനമായ 2 ഫർദുകളാണ് നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുക എന്നതും നെറ്റിത്തടം നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്യുക എന്നുള്ളതും. അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൽ ആർക്കെല്ലാമാണ് ഇരുന്ന് നിസ്കരിക്കാൻ ഓപ്ഷനുള്ളത്? ഒരു സ്വഹാബി ഒരിക്കൽ പൈൽസിൻ്റെ രോഗം അനുഭവിക്കുന്ന ഒരു സ്വഹാബി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പ്രയാസം എന്ന് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിനക്ക് നിൽക്കാൻ പ്രയാസമാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക, ഇരിക്കാനും കഴിയില്ലെങ്കിൽ നീ കിടന്ന് നിസ്കരിക്കുക, കിടക്കാനും കഴിയില്ലെങ്കിൽ നീ ചെരിഞ്ഞു കിടന്ന് നിർവഹിക്കുക, അതില്ലെങ്കിൽ നിന്റെ കൺപോളകളെ കൊണ്ട് നിർവഹിക്കുക എന്നൊരു ഹദീസുണ്ട്. അതുപോലെ സമാനമായ മറ്റു ഹദീസുകളുമുണ്ട്. ഏതായാലും നിസ്കാരത്തിൻ്റെ ഫർദുകളിൽപ്പെട്ട ഒന്നാണ് കഴിവുള്ളവർ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കുക. എന്താണ് ആ കഴിവിൻ്റെ മാനദണ്ഡം, അതിൻ്റെ പരിധി എന്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നുകിൽ തൂണിൻ്റെ സഹായത്തോടെയോ ചുമരിൻ്റെ സഹായത്തോടെയോ അഥവാ അതിലേക്ക് ചാരി നിന്നാലെങ്കിലും അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹം നിന്നുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒന്നുകൂടെ വിശാലമായി പറയുന്നുണ്ട്, മറ്റൊരാളുടെ സഹായം കൊണ്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ അയാളുടെ സഹായം ഉപയോഗപ്പെടുത്തി നിന്നുകൊണ്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത്. അതിന് കൂലി കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിന് സാധ്യമായ ആളുകൾ, അഥവാ ഒരാളെ ഹെൽപ്പിന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂലി കൊടുത്തെങ്കിലേ അദ്ദേഹം നമുക്ക് ഹെൽപ്പ് ചെയ്യൂ എന്നാണെങ്കിൽ അതിന് സാധ്യമായവർ അങ്ങനെയും ചെയ്യണമെന്ന് പോലും തുഹ്ഫ പോലുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം ഫത്ഹുൽ മുഈൻ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നു, ഒരാൾക്ക് നിന്ന് നിസ്കരിക്കുമ്പോൾ അഥവാ നിസ്കാരത്തിലെ നിർബന്ധ കർമ്മമായ ഫാത്തിഹ ഓതുന്ന സമയമെങ്കിലും ഒരാൾക്ക് നിൽക്കാൻ പ്രയാസമാണെങ്കിൽ അഥവാ നിന്ന് നിസ്കരിച്ചാൽ അദ്ദേഹം വീണുപോകും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് ബലമില്ല, അദ്ദേഹത്തിന് നിൽക്കുമ്പോൾ അതിൽ വലിയായ അസഹ്യമായ ക്ഷീണമുണ്ട്, അതല്ലെങ്കിൽ ആ നിന്ന് നിസ്കരിക്കുമ്പോൾ ആ നൃത്തത്തിലുള്ള വീഴുമോ എന്ന ചിന്ത കൊണ്ട് നിസ്കാരത്തിൻ്റെ ഭയഭക്തി തന്നെ നഷ്ടപ്പെട്ടു പോകും. ആ ഒരു ഘട്ടത്തിൽ അത്തരം അസഹ്യമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കാണ് നിസ്കാരത്തിൻ്റെ അതിപ്രധാനമായ ഫർള് അഥവാ നിൽക്കുക എന്ന ഫർളിനെ മാറ്റിവെച്ച് ഇരിക്കുക എന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിയമം. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം, ഒരാൾ നടന്നു വരുന്നു, അയാൾക്ക് നടക്കാൻ കഴിയുന്നുണ്ട്, നിൽക്കുന്നതിന് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല, അദ്ദേഹത്തിന് കാൽമുട്ട് വളക്കാനോ അതല്ലെങ്കിൽ സുജൂദിൻ്റെ ഇരുത്തം, നമ്മൾ അത്തഹിയ്യാത്തിലൊക്കെ ഇരിക്കുന്ന ഇരുത്തത്തിലാണ് പ്രയാസമുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഒരാളും ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് കഴിയാത്തത് സുജൂദ് മാത്രമാണ്, അദ്ദേഹത്തിന് കഴിയാത്തത് കാൽമുട്ട് വളക്കാനാണ് കഴിയാത്തത്. റുക്കൂഇന് അദ്ദേഹത്തിന് പ്രശ്നമില്ല, സുജൂദിൻ്റെ സമയങ്ങളിലാണ് അദ്ദേഹത്തിന് കാൽമുട്ട് വളക്കാനും അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന അത്തഹിയ്യാത്തിൻ്റെ ഇരുത്തം ഇരിക്കാനൊക്കെ പ്രയാസമുള്ള ആളുകൾ എങ്കിൽ അത്തരം ആളുകൾക്കാണ് ഈ കസേര എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, കസേരയിൽ നിസ്കരിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ പലതരത്തിലുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഗർഭിണികളായ സഹോദരിമാർ നിസ്കരിക്കാറുണ്ട്, അതുപോലെ പല ആളുകളും നിസ്കരിക്കാറുണ്ട്. അതിലെല്ലാം ശരിയല്ല എന്നോ എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ് എന്നോ പറയാൻ സാധ്യമല്ല. ശരിയായ രൂപങ്ങളുണ്ട്,
ശരിയല്ലാത്ത രൂപങ്ങളുണ്ട്. അതിന് വിശദമായി പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള ആളുകളെ 3 വകുപ്പുകളായി തിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അത് പരിപൂർണമാകുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് നിൽക്കാൻ കഴിയും. നിന്ന് നിസ്കരിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രയാസമില്ല. റുക്കോഴിന്റെ സമയത്ത് സാധാരണ എല്ലാവരും ചെയ്യുന്നതുപോലെ റുക്കോഴ് ചെയ്യാനും പ്രയാസമില്ല. പിന്നെ പ്രയാസമുള്ളത് കാൽമുട്ട് വളക്കാനോ അതല്ലെങ്കിൽ സുജൂദിലേക്ക് നെറ്റിത്തടം വെച്ച രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഊരഭാഗം മുകളിലും തലഭാഗം താഴെയും വരുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യാനൊന്നും സാധ്യമല്ല. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിസ്കരിക്കേണ്ടത് സാധാരണ പോലെ നടന്നു വന്ന് തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കുക, ഫാത്തിഹയും നിന്നുകൊണ്ട് തന്നെ പാരായണം ചെയ്യുക, അതുപോലെ സൂറത്തുകളുമൊക്കെ കഴിഞ്ഞ് സാധാരണ പോലെ റുക്കോഴ് ചെയ്ത് എഴുത്തിദാലും കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കസേരയിൽ ഇരിക്കാം. എന്നിട്ട് ഇരുന്നു കൊണ്ട് സുജൂദിന്റെ സമയത്ത് അദ്ദേഹം തല കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് വേണ്ടത്. തല കൊണ്ട് ആംഗ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി എത്രത്തോളം കുനിയാൻ സാധിക്കുമോ അത്രത്തോളം കുനിഞ്ഞുകൊണ്ട് അദ്ദേഹം തല കൊണ്ട് ആംഗ്യം കാണിക്കണം. ഇതാണ് ഒന്നാമത്തെ വകുപ്പ്. ഇനി അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും. റുക്കൂഉം നേരത്തെ പറഞ്ഞതുപോലെ നട്ടെല്ലിന്റെയോ മറ്റോ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് വളയാൻ തന്നെ സാധിക്കുന്നില്ല. എന്നാൽ അത്തരം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. റുക്കൂഇന്റെ സമയമാകുമ്പോൾ എത്രയാണോ അദ്ദേഹത്തിന് തലകുനിക്കാൻ കഴിയുന്നത് അത്രമാത്രം അദ്ദേഹം തലകുനിക്കണം. അതേ സമയത്ത് അദ്ദേഹത്തിന് സുജൂദിന്റെ സമയമാകുമ്പോഴും അതിനേക്കാൾ ഒന്നുകൂടെ തലകുനിച്ചുകൊണ്ടാണ് അദ്ദേഹം സുജൂദ് നിർവഹിക്കേണ്ടത്. എന്നാലും അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നത് കൊണ്ട് ഇരുത്തത്തിലേക്ക് മാറാൻ പാടില്ല എന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു. ഇതെല്ലാം കൂടെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർ നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഓഡിയോ വീണ്ടും വീണ്ടും കേട്ട് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ വകുപ്പിലുള്ള ആളുകൾ അവർക്ക് നിൽക്കാൻ കഴിയും, നടന്നു വരുന്നവരാണ്, കൃത്യമായി എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് കൊണ്ട് വീഴുമെന്ന് ഭയക്കുന്നില്ല, അവർക്ക് അതുകൊണ്ട് അസഹ്യമായ ക്ഷീണമില്ല, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ പ്രയാസമുള്ളത് കാൽമുട്ട് വളക്കാൻ കഴിയാത്തവരാണെങ്കിൽ അത്തരം ആളുകൾ നേരെ വന്ന് കസേരയിൽ വന്ന് ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരങ്ങളൊന്നും സ്വഹീഹല്ല എന്നതാണ് ഇസ്ലാമിന്റെ ഭാഷ. കാരണം നിൽക്കുക എന്നത് നിസ്കാരത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട രൂപമാണ് ആ നിൽക്കുക എന്നുള്ളതും അതുപോലെ പരമാവധി നെറ്റിത്തടം നിരത്ത് വെച്ച് സുജൂദ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അത് ആ രൂപത്തിലാകുമ്പോഴാണ് നിസ്കാരത്തിന്റെ പരിപൂർണത കൈവരുന്നതുള്ളൂ. അതേസമയം രോഗികളായ ആളുകൾക്ക് ഇസ്ലാം ഇളവ് നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിനക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചോ, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിച്ചോ, അതിനും സാധ്യമല്ലെങ്കിൽ മലർന്നു കിടന്ന് നിസ്കരിച്ചോ, അതിനും കഴിയില്ലെങ്കിൽ കൺപോളകൾ കൊണ്ട് നിസ്കരിച്ചോ, അതിനും സാധ്യമല്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് നീ നിസ്കരിച്ചോ, എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കൂടുതൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്, ചില ആളുകളൊക്കെ, നമ്മുടെ ഇവിടെ അങ്ങനെയില്ല, ചില ആളുകളൊക്കെ നേരെ കടന്നു വരികയും കസേര എടുത്ത് അവർ തന്നെ വരുന്നു, അവർ തന്നെ അതിലിരുന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കരിക്കുന്നു. ചില ഗർഭിണികളായ സഹോദരിമാരുണ്ട്, അവർക്ക് നിൽക്കുന്നതിന് പ്രയാസമില്ല, അവര് കസേരയിലോ മറ്റോ ഇരുന്നു കൊണ്ട് നേരെ നിസ്കരിച്ചാൽ അത് സ്വഹീഹാവുകയില്ല. അതേസമയം നിൽക്കുമ്പോൾ വീഴുമെന്ന് ഭയക്കുകയോ അവർക്ക് പിന്നെ നിൽക്കുന്നതിന്റെ കാരണമായിട്ട് ഖുശൂഹ് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ഇരിക്കാമെന്ന് കൽപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ വകുപ്പ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറ്റ് 2 വകുപ്പുകൾ കൂടെ നാളെ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തകളിലൊക്കെ വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വിവിധ മക്ബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ, ഇന്നലെ മരണപ്പെട്ട നമ്മുടെ ജമാഅത്ത് മെമ്പറുടെ സഹോദരി ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നാം ചെയ്യുന്ന കച്ചവടങ്ങളിലും ജോലികളിലും തൊഴിലിലുമൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.